ഇത് ഇതുപൊടിയാണ്, നമ്മുടെ പച്ചക്കപ്പയാണ്, ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് കുറച്ച് തേങ്ങ, ഇത് കുറച്ച് ചീരയില. ഇതാണ് നമ്മുടെ ഏകാദശി ഫുഡ് ഉണ്ടാക്കുവാണ്. ഇത് വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം. ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് ചീരയെല്ലാം കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. നമുക്കൊരു വെറൈറ്റി ഡിഷിൽ നിന്ന് ഇതെല്ലാം ഭഗവാന് സെർവ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ഏകാദശി ആയതുകൊണ്ട് ഉണ്ടാക്കിയതാണ്, എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാം. ഈ ഇതിൽ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ കപ്പയുടെ പൊടിയിൽ നമ്മൾ കുറച്ച് തേങ്ങ വേണമെങ്കിൽ ഇടാം. കുറച്ച് ഉപ്പിട്ട് തിരുമ്മി വെക്കണം കേട്ടോ. ആദ്യം തന്നെ ഇത് പിഴിഞ്ഞ് കളഞ്ഞ് അതിൻ്റെ ചാറ് കളഞ്ഞിട്ട് വേണം ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ വെക്കാൻ. ഇച്ചിരി ഉപ്പും കൂടി കൂട്ടി തിരുമ്മി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങയും കൂട്ടി തിരുമ്മി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ഇങ്ങനെ ഇടക്കിട്ട് കൊടുക്കാം. നല്ലപോലെ ആവി കയറണം കേട്ടോ, എന്നാലേ ഇത് വേകുള്ളൂ, അല്ലെങ്കിൽ വേകൂല. ഞാൻ നല്ലപോലെ അമർത്തി വെക്കണം. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരുന്ന് ആവിയിൽ വേകണം. പിന്നെയും കുറച്ച് ഇല ഇട്ടു, കുറച്ചിട്ടാൽ മതി ഇതിൻ്റെ പുറമെ. ഇനി കുറച്ച് തേങ്ങയും കൂടി ഇടണം. തേങ്ങ ഇട്ട് അമർത്തി വെക്കും. എന്നിട്ട് നമുക്ക് മൂടിയിട്ട് കുക്കറിൻ്റെ ഇതിൽ വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. കേട്ടോ, ഇത് എൻ്റെ ഭഗവാനുള്ളതാണ്. ഇതിന്ന് പുരുഷോത്തമ മാസം ആയതുകൊണ്ട് ഭഗവാനെ സമർപ്പിച്ചിട്ടേ കഴിക്കാം. അല്ലെങ്കിൽ എല്ലാ സാധനവും ഞാൻ ഭഗവാനെ സമർപ്പിച്ചിട്ടേ കഴിക്കാറുള്ളൂ. നല്ല ടേസ്റ്റ്.